വ്യത്യസ്തങ്ങളായ 4 രൂപങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇവിടെ നമ്മൾ 4 രൂപങ്ങൾ വരച്ചിട്ടിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പേരുണ്ട്. ആ പേരുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തേത് വൃത്തം, ഇത് ത്രികോണം, മൂന്നാമത്തത് സമചതുരം, നാലാമത്തത് ദീർഘചതുരം. അയ്യേ, ഇതെന്താടാ? ഇതിന്റെ പേരെന്താണെന്ന് വിശ്വാസ് പറയൂ. ഇനി നമുക്ക് വൃത്തത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. സൈലൻസ്. ജോമൻ, എന്താ കാണിക്കുന്നത്? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. സിസ്റ്റർ എവിടേക്കാ? സ്കൂളിലേക്കാ. ഈ റൂട്ടിലിപ്പോൾ ബസ്സില്ല, ഞാൻ കൊണ്ടുവിടാം. പോകാല്ലേ? വരൂ സിസ്റ്റർ. എത്രയായി? ഞാൻ അങ്ങോട്ടാ തരേണ്ടത്. 2 വർഷം മുമ്പ് കുടിച്ച് നശിക്കാൻ പോയ എന്നെ ഒരു മനുഷ്യനാക്കിയത് സിസ്റ്റർമാരാണ്. ആ സാബു. അതെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി സിസ്റ്റർ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. കൗൺസിലിങ്ങിന് വന്ന സിസ്റ്റർമാരല്ലേ? അതെ. വരൂ. സാറേ, കൗൺസിലിങ്ങിന് വന്ന സിസ്റ്റേഴ്സാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സാറേ, ഞാൻ ക്ലാസ്സിലേക്ക്. ശരി. ദാ ഇവൻ ആ പുള്ളി. എനിക്ക് ഈ കൗൺസിലിങ്ങിലൊന്നും ഒരു താല്പര്യമില്ല. നല്ല പടപടക്കണം, അത് തന്നെ ബെസ്റ്റ് മരുന്ന്. എന്താടാ നോക്കി പഠിപ്പിക്കുക, അധിക പ്രസംഗി. സാർ, ഞങ്ങൾ അവനോടൊന്ന് സംസാരിക്കട്ടെ? PTA തീരുമാനമായി പോയി. അല്ലെങ്കിൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമുക്കിവിടെ ഇരിക്കാം. ഇരിക്കും. മോനു എന്താ ഉണ്ടായേ? സിസ്റ്ററോട് പറ. അയ്യോ, ഇങ്ങനെ തല്ലാവോ കുട്ടികളെ? മോനെ ഒത്തിരി വേദനിച്ചു അല്ലേ? ഇത് ഹെഡ് മാഷ് തന്നതാ. ഇത് മോന്റെ അല്ലേ? മോൻ വെച്ചോളൂ. സിസ്റ്റർ,
എനിക്കിത് ഇനി വേണ്ട. ഉറപ്പാണല്ലോ? ആഹാ, എന്തൊക്കെയത്? നീ ആള് കൊള്ളാലോടാ. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് ആയില്ലേ? ഇനി പറയൂ, മോന്റെ പേരെന്താ? ജോമോൻ. ജോമോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചിണ്ട്, അമ്മച്ചിണ്ട്. അപ്പച്ചനില്ലേ? അപ്പച്ചൻ വല്ലപ്പോഴേ വരുള്ളൂ. വന്നാൽ ഞങ്ങൾ എല്ലാവരും എടിക്കും. എനിക്കും കേട്ടിട്ടുണ്ട്. അപ്പച്ചനിപ്പോ എവിടെയുണ്ടാവും? അപ്പച്ചൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരു പാട്ട് പാടാ. അണ്ണൻ ജയിലിൽ ആഘോഷമില്ല. ഒരു പാട്ട് പാടാ. വേണ്ട പാട്ട് വേണ്ട. അത് നോക്കിയടാ. പീറ്റർ, എന്തോ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുറച്ചു നാളായി നിങ്ങളുടെ വീട്ടിൽ നിന്നാരും പള്ളിയെ കാണാറില്ല. സ്കൂളിൽ നിന്റെ മകൻ. അത് നിങ്ങൾക്കെന്നതാ ഛേദം? നിങ്ങളാരും എന്റെ കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കണ്ട. ഞാൻ ചത്തിട്ടില്ല. വീടും കുടുംബം ഇല്ലാത്ത ഇവരാ കുടുംബം നന്നാക്കാൻ വരുന്നത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. പീറ്ററെ, ഞങ്ങൾക്ക് പീറ്ററോട് ഒന്ന് സംസാരിക്കണം. ഞങ്ങൾ ഇനിയും വരും, നിങ്ങൾ സമ്മതിക്കുന്നത് വരെയും. എന്നെ അധികം കാണാതിരിക്കുന്നതാ നല്ലത് സിസ്റ്ററെ. അല്ലേല് നാട്ടുകാർ അതും ഇതൊക്കെ പറയും. ഞാൻ സുന്ദരനാണേലും അത്ര നല്ലവനൊന്നുമല്ല. അല്ല പീറ്റർ, നീ നല്ലവനാണ്. എല്ലാ മനുഷ്യരും നല്ലവരായാണ് ജനിക്കുന്നത്. ചുറ്റുപാടുകളാണ് ഒരാളെ നല്ലതും ചീത്തയും ആക്കുന്നത്. പറഞ്ഞു കേട്ടില്ല ചെല്ലക്കളി. വണ്ടി വിട്, വണ്ടി വിട്. അല്ലെങ്കിൽ നിക്കട്ടാ. നിന്നാ നമുക്ക് പറഞ്ഞും പിടിച്ചൊക്കെ നിക്കാം. നമുക്ക് പോകാം.
അയ്യോ അപ്പച്ചൻ, അയ്യോ അപ്പച്ചൻ. പീറ്ററെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം കാത്തിരുന്നത്. എന്നാ വേണം? പിരിവിനാണ്. നടക്കില്ല. ഞങ്ങൾ ഇവിടുത്തെ ജോമോനെ കാണാൻ വന്നതാ. അപ്പൊ എനിക്ക് പോവാവേ? അല്ല പീറ്റർ, അവനെക്കുറിച്ച് നിന്നോട് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അവനെ കുറിച്ച് എന്നെ സംസാരിക്കാനാ? പിള്ളേര് കാണിക്കുന്നോ അവൻ കാണിക്കുന്നേ? കുട്ടി പിശാച. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരാതി കേട്ട് മതിയായി. ഫലത്തിൽ നിന്നല്ലേ വൃക്ഷത്തെ അറിയാൻ പറ്റൂ. നല്ല വൃക്ഷം നല്ല ഫലം നൽകുന്നു. അങ്ങനെയല്ലേ പീറ്റർ? സിസ്റ്റർ എന്നതാ പറഞ്ഞു വരുന്നത്? ഇതിനെല്ലാം കാരണം ഞാനാണെന്നാ? നീ തന്നെ പറയൂ പീറ്റർ. എന്റെ ജീവിതം അതായിരുന്നു. അയ്യോ പാവം ഉറുമ്പ്. കേറ്, കേറ്. ആ ഇനി നീ വെക്കോ. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ഈ ചെക്കന് കടന്നു വരാൻ കണ്ട നേരം. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. പള്ളിക്കൂടത്തിൽ പോവാതെ കറങ്ങിയടിച്ച് നടക്കാണ് കുരുത്തം കേട്ടവൻ. അതെ, ഞാൻ പിന്നെ വരാം. നാശം പിടിച്ച സന്തതി. ഏത് നേരത്താണോ അവ എന്റെ വയറ്റിൽ കുരുത്തത്? അസത്ത്, നാശം. നിനക്ക് ഇതൊന്നും പോരാ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അങ്ങനെ ഇപ്പൊ വേണ്ട. എന്താ പിന്നെ ഇതെങ്ങനെയാ ശരിയാ? കളി കളി. ഓടി, പീറ്ററെ, ഓടി, നിക്കടാ അവിടെ. ഇന്ന് ഞാൻ ഓടി. ഡാ, ഈ പിറ്റേന്ന് ഞാനില്ല. എന്നെ പീറ്റർ പിടിക്കാൻ വാ. നിക്കാൻ. ഓടി, ഓടി. നിക്കാനാ നിന്നോട് പറഞ്ഞത്. എടാ നിക്കാൻ. തള്ളി, ഡാ, തള്ളി. പീറ്ററെ, ഓടി, നിക്കടാ. ഓടി. ഞാൻ ശരിയാക്കി തരാം. പിടിച്ചില്ലടി. നിക്കാൻ. എന്നാ പിടിച്ചോ, പിടിച്ചോ. പീറ്ററെ, എന്നാ പിടിച്ചോ. നിക്കടാ. ഡാ, നിന്നെന്ന് എന്നാ പിടിച്ചോ, നിക്കാൻ. പിടിച്ചോ. ഡാ, അവിടെ ഒന്നിങ്ങ് വന്നേടി. വാ. എന്താ അമ്മച്ചി? മോളൊന്ന് വന്നേ. ആ അങ്കിളിനൊന്ന് കാണണമെന്ന്. ഇല്ല, ആ അങ്കിള് ചീത്തയാ. വാ മോളെ. ഇല്ലാന്നാ പറഞ്ഞേ. വരാനല്ലടി അങ്ങോട്ട് പറഞ്ഞത്. നടക്കടി അങ്ങോട്ട്. എടി അങ്ങോട്ട് നടക്കാൻ. കേറി പോടി അങ്ങോട്ട്. നാമകരണില്ലാത്ത ശാപം.
എപ്പോ വരും? വരാം. ചേച്ചി 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 എനിക്കാരുമില്ല ഈ ലോകത്തിൽ. വേണ്ട. അരുത് പീറ്റർ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നിനക്ക് ഞങ്ങളുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. എല്ലാം അറിയുന്ന കരുണാമയനായ ദൈവം നിന്നോടും പൊറുക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ പീറ്റർ. പീറ്റർ തന്നെ. പീറ്റർ തന്നെ. ആരെങ്കിലും കൈവശം കൊടുത്തു? കൈവശം
നാഗം പോയ പുലി പോലെ നീ ഇത്തിരി മിണ്ടാതിരുന്ന കേട്ടോ. കേക്കണ്ട, പതുക്കെ പതുക്കെ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മാച്ചു കളയണമേ. എന്റെ അപരാധം കഴുകിക്കളയണമേ. നീ എനിക്കാശ്വാസമായി, ഞാൻ നിന്റെ വിശ്വാസിയായി. നാഥ നീ എനിക്കാശ്വാസമായി, ഞാൻ നിന്റെ വിശ്വാസിയായി. ഇരുട്ടിൽ എനിക്കു നീ പൊൻദീപമായി, ഞാൻ നിന്റെ നിഴൽ മാത്രമായി. യേശുനാഥ നീ എനിക്കാശ്വാസമായി, ഞാൻ നിന്റെ വിശ്വാസിയായി. നിന്നുടയാടയിൻ തൊങ്ങലിൽ തൊട്ട് നിർവൃതി പൂണ്ട നിരാലംബരും
നിന്നുടയാടയിൻ തുങ്ങലിൽ തൊട്ട് നിർവൃതി പൂണ്ട നീരാലംബരും നിൻ മൃദുമേനി കുരിശിലേറ്റി തിരുവങ്കി പകുത്ത പരീക്ഷകളും എൻ്റെ ഈശോ എൻ്റെ ഈശോ എത്രയോ ഭാഗ്യവാന്മാർ നിൻ മഹത്വത്തിനേവരും സാക്ഷികളായി എൻ്റെ ഈശോ എത്രയോ ഭാഗ്യവാന്മാർ നിൻ മഹത്വത്തിനേവരും സാക്ഷികളായി. നാഥ നീ എനിക്കാശ്വാസമായി ഞാൻ നിന്റെ വിശ്വാസിയായി. എന്തിനു തേടുന്ന ഹോദിയായിൽ ഇനി നിന്നെ തിരയുന്ന യെരൂശലേമിൽ. എന്തിനു തേടുന്ന ഹോദിയായിൽ ഇനി നിന്നെ തിരയുന്ന യെരൂശലേമിൽ. നേർവഴി കാട്ടി നീ മുന്നിലില്ലേ, പാപകർമ്മം വെടിഞ്ഞൊരെൻ മനസ്സിലില്ലേ. എൻ്റെ ഈശോ എൻ്റെ ഈശോ നീ ഏറെ വാഴ്ത്തപ്പെടും, നിൻ മഹത്വം മഹീതലമേറ്റുപാടും. എൻ്റെ ഈശോ നീ ഏറെ വാഴ്ത്തപ്പെടും, നിൻ മഹത്വം മഹീതലമേറ്റുപാടും. കുടുംബങ്ങൾ നന്നായാൽ ഈ നാട് സ്വർഗതുല്യമാകും. ഇന്നു മുതൽ നീ ഞങ്ങളുടെ സമൂഹത്തിലൊരു അംഗമാണ്. ഞങ്ങൾക്കു കരുത്തായി പീറ്ററെ നീയും ഒപ്പമുണ്ടാകണം. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നിൻ മഹത്വം മഹീതലം ഏറ്റുപാടും ഏറ്റുപാടും. നാഥ നീ എനിക്കാശ്വാസമായി ഞാൻ നിന്റെ വിശ്വാസിയായി. നാഥ നീ എനിക്കാശ്വാസമായി ഞാൻ നിന്റെ വിശ്വാസിയായി. ഇരുട്ടിൽ എനിക്കു നീ പൊൻദീപമായി, ഞാൻ നിന്റെ നിഴൽ മാത്രമായി. യേശുനാഥ നീ എനിക്കാശ്വാസമായി ഞാൻ നിന്റെ വിശ്വാസിയായി. പീറ്റർ കൂടെയുള്ളതുകൊണ്ട് സഹായത്തിനൊരാളായി. ഞാൻ ഇന്നലെ ഒരാളോട് കാര്യം പറഞ്ഞില്ലേ, താൻ അയാളെ പോയി കണ്ടോ? അയ്യോ, നല്ല പുള്ളിയാ, തന്നെ ഒരു പുണ്ണാക്കനും കൊള്ളൂല. പുണ്ണാക്കെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, കാലിത്തീറ്റയ്ക്കുള്ള കാശ് എടുത്തില്ല. ഇപ്പൊ എന്നാ ചെല്ല്.
നിക്കടി അവിടെ. നിക്കാൻ. അവിടെ നിന്നോ. ഏനോസിനോടാ നിന്റെ കളി. കുറച്ചായി നിനക്ക് വേണ്ടി ഞാൻ വലിയ വെച്ച് നിൽക്കണോ. എന്നോടാ കളി. ഏനോസിനോട് കളി വേണ്ട. നോക്കിയാ മതി. ചവിട്ടി ഭേദിക്കും ഞാൻ. നിക്കടി അവിടെ. അവിടെ നിൽക്കാൻ എവിടെ പോയി ഓടിക്കാനടി. അവിടെ നിൽക്കാൻ നിക്കടി അവിടെ. അവിടെ നിൽക്കേ. ആരും സഹായിക്കാണ്ടാവില്ല. ഇത് ഏനോസ കേട്ടോ. അച്ഛാ മാറിക്കോ. മാറിക്കോ അച്ഛാ. അച്ഛാ മാറിക്കോ. ഏനോസ പറയണത്. മാറിക്കോ അവിടുന്ന്. ചവിട്ടി ഭേദിക്കും ഞാൻ. അച്ഛൻ പള്ളിമേടയിലെ കാര്യം നോക്കിയാ മതി കേട്ടോ. അവിടെ നിക്കടി. നിക്കടി അവിടെ. അവിടെ നിൽക്കാൻ നീ എവിടെ പോയില്ല മോളെ. ഏനോസാണ്. ഇന്നെന്നെ നല്ല കളി കാണേണ്ട ദിവസം. അവിടെ നിൽക്കാൻ. അച്ഛൻ മാറ്. മാറിക്കോ. മാറിക്കോ അച്ഛാ. അച്ഛൻ പള്ളിമേടയിലെ കാര്യം നോക്കിയാ. അച്ഛൻ മാറ്. ഇപ്പൊ കിട്ടും അച്ഛാ. വാടി. എവിടെ പോയി മാറുന്നോ. വേണമെന്നൊന്നും ഞാൻ നോക്കിയാലോ കേട്ടോ. ഏനോസാ കളി. ആരാണോ നീ? അച്ഛനെ വിട്. വിട്ടില്ലെങ്കിൽ അച്ഛന്റെ മീന്ന് കൈയെടുക്കടാ. അത് പറയാൻ നീ ആരാടാ? കൈയെടുക്കടാ. കൈയെടുത്തില്ലെങ്കിൽ ഏനോസിനോടാ കളി. അത് വേണ്ട കേട്ടോ. എടുക്കാ കൈ. ഏനോസിനോട് കളിക്കേ. വന്നിട്ട് എന്നെ തകർക്കാൻ. ഏനോസിനോടാ കളി. എടാ നന്നാവാൻ നോക്കടാ. അരുത് പീറ്ററെ. പീറ്ററെ അരുത്. കർത്താവിനോട് ശാന്തനാവൂ. മകനെ, പാപിയെയല്ല പാപത്തെയാണ് നാം വെറുക്കേണ്ടത്. പൊയ്ക്കോളൂ മകളെ. എനിക്ക് മാപ്പ് താച്ചോ. ബാല്യം എന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള കാലഘട്ടമാണ്. മനുഷ്യരുടെ നാളുകളെ അർത്ഥപൂർണമാക്കുന്നത് അവരുടെ നല്ല ബാല്യകാല ഓർമ്മകളാണ്. ഓരോ കുടുംബവും സമൂഹവും ഒരു കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. ഒരുപാട് നല്ല ഓർമ്മകൾ, അനുഭവങ്ങൾ നൽകുന്ന കുടുംബം അത് മനുഷ്യ ജീവിതത്തെ സ്വർഗതുല്യമാക്കുന്നു, ദൈവീകമാക്കുന്നു. കുടുംബമേ നീ എന്താണോ അതായിത്തീരുക. പരസ്പര സ്നേഹമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരും മദ്യത്തിൽ മുഴുകിയ കുടുംബനാഥന്മാരും മക്കളെ ശൂന്യതാബോധത്തിലാഴ്ത്തുന്നു. അരാജകത്വത്തിൻ്റെ നീർച്ചുഴിയിൽ താണുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനവും സന്തോഷവും സംതൃപ്തിയും വീണ്ടെടുക്കുവാൻ നാം ഉണരേണ്ടിയിരിക്കുന്നു. അത്തരം കുടുംബങ്ങളെ ഉദ്ധരിക്കാനായി ദൈവമനുഷ്യ സ്നേഹത്താൽ കത്തിജ്വലിച്ച വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായാൽ സ്ഥാപിതമായ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് വീണ്ടും വസന്തം എന്ന ഈ ലഘുചിത്രം. സഹൃദയരെ, ഭൂമിയിൽ ഒരു സ്വർഗം പണിയാൻ അത്യധ്വാനം ചെയ്യുന്ന ഫാമിലി വെൽനസ് സെന്റർ മേരിയൻ പ്രോവിൻസ് പാലക്കാട് ഇതാ ഈ സ്നേഹോപഹാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.